ഹലോ, വെൽക്കം ബാക്ക് ടു സാന ആർട്ടി. ഇന്നലെ നൈറ്റ് നമ്മൾ ചെയ്ത് വെച്ച വർക്കാണ് കേട്ടോ ഈ ടേബിൾ മേലൊക്കെ ഉള്ളത്. ഇത് ഇനി നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് കൊറിയർ അയക്കാനാണ് ഉള്ളത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗിനേഴ്സ് ആയിട്ടുള്ള ക്രാഫ്റ്റേഴ്സിനൊക്കെ എൻ്റെ വീഡിയോ കുറച്ചുകൂടെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാം. ഇതൊരു ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമർ ഓർഡർ ചെയ്തതാണ്. മിനി ബൊക്കെ, റിംഗ് ആൽബം, ബർത്ത്ഡേ കാർഡ്, പിന്നെ കുറച്ച് കൗണ്ട് ഡൗൺ കാർഡ്സും ആണ് കേട്ടോ. ഈ ഒരു റിംഗ് ആൽബത്തിൽ നമ്മൾ ഫോട്ടോസ് നല്ല ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള ഡ്രോയിങ്സും പിന്നെ കുറച്ച് ക്യാപ്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ പഞ്ച് കാർഡ്സ് എന്നൊക്കെ പറയില്ലേ, അത് വെച്ചിട്ട് ഒരു ആൽബം സെറ്റ് ചെയ്തതാണ്. ആൻഡ് ഈ ഒരു കൗണ്ട് ഡൗൺ കാർഡ്സ് നമ്മൾ ഒരാഴ്ച മുന്നേ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കൗണ്ട് ഡൗൺ കാർഡിൽ എന്തെല്ലാമാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കസ്റ്റമർ എന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ബർത്ത്ഡേ കാർഡിൽ നമ്മൾ 1000-ലേറെ വേർഡ്സ് വരുന്ന ലെറ്റർ കോണ്ടന്റ് ആണ് എഴുതിയിട്ടുള്ളത്. ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഇപ്പൊ ചോദിക്കാം, എനിക്ക് ഇതൊക്കെ പ്രിന്റ് എടുത്താ പോരെ? പ്രിന്റ് എടുത്താ ഈ ഒരു സുഖം കിട്ടോ? ഇല്ലല്ലോ. ഇനി വെയിലൊക്കെ പോണതിന്റെ മുമ്പായിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. ഞാൻ 15 പ്രോയിലാണ് കേട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കല്. ഫോട്ടോസ് എടുക്കുമ്പോൾ ഞാൻ പോർട്രേറ്റിൽ 3x സ്റ്റുഡിയോ ലൈറ്റിലാണ് കേട്ടോ എടുക്കാറുള്ളത്. ഞാൻ ആദ്യം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും സെറ്റ് ചെയ്യാതെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ നോക്കി. പക്ഷെ എനിക്ക് തോന്നി കുറച്ചുകൂടെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് എടുത്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവില്ലേന്ന്. ആൻഡ് ഇതെന്റെ ഫസ്റ്റ് ടാബിള് വാങ്ങിയാറുള്ള എൻ്റെ ഫസ്റ്റ് ഫോട്ടോ എടുക്കലാണ്. ആൻഡ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു വൈറ്റ് ഞങ്ങളുടെ കർട്ടൺ കൂടെ വരുമ്പോൾ ഐ തിങ്ക് നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി പറയട്ടോ. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന ഇതിൽ കാണിക്കുന്നില്ല, ഇനി നമുക്ക് ചെയ്യാനുണ്ട്. ഇന്ന് 2 വർക്ക് മാത്രം ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയൂല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഹാമ്പർ സെറ്റാണ് കേട്ടോ. ഞാൻ ആദ്യം ഇന്നലെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കസ്റ്റമറിന് പ്രിവ്യൂ ഫോട്ടോസ് അയച്ചു കൊടുത്തിരുന്നു. ആ സമയത്ത് എനിക്ക് റീപ്ലൈ കിട്ടിയില്ല. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കി, then പിന്നെയും മെസ്സേജ് അയച്ചു നോക്കി, പിന്നെ കുറച്ചുകൂടെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പിന്നെ മെസ്സേജ് അയച്ചു, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നോക്കാം എന്നൊക്കെ പറഞ്ഞു. ആൻഡ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു റീപ്ലൈ തരുന്നത്, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താ റീപ്ലൈ ചെയ്യാൻ ലേറ്റ് ആയത് എന്താന്ന് വെച്ചാല് അവർ ഇഷ്ടപ്പെട്ടിട്ട് അത്രയും നേരം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നാ പറഞ്ഞത്. ഈ ഒരു ഹാമ്പർ അത്യാവശ്യം ഒരു പ്രീമിയം ഹാമ്പർ ആണ്. ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ലൂയി ഫിലിപ്പിന്റെ ഒരു ടീഷർട്ട്, ഫെറോറോ റോഷർ ചോക്ലേറ്റ്, പിന്നെ പെർഫ്യൂം ഉണ്ട്, സെറ്റാഫിലിന്റെ ക്ലെൻസർ, നിവ്യയുടെ ലിപ് ബാം, പിന്നെ ബർത്ത്ഡേ കാർഡും പിന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഫൺ കാർഡ്സും ആണ് കേട്ടോ. ഒരു 15 കാർഡ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും ബോക്സ് അടക്കുക അല്ലെ? അതായിരിക്കും നിങ്ങളെ സംശയം. നമ്മൾ ഇത് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ കൊറിയർ അയക്കുന്ന സമയത്ത് ഇത് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത് എല്ലാം ബോക്സ് അടക്കുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്യുക. ഈ ഒരു ബൊക്കെ കണ്ടോ, ഇത് നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ള വർക്കൊന്നും എൻ്റെ പേജിലൊന്നും ഇല്ല, പക്ഷേ കസ്റ്റമർ എനിക്ക് പിൻട്രസ്റ്റിൽ നിന്ന് ഏതോ റെഫറൻസ് എടുത്തിട്ട് കാണിച്ചു തന്നിട്ട് ഇതുപോലെ ചെയ്യാനെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതുപോലെ ആയിട്ടില്ലെങ്കിലും ഏകദേശം ഒരു ലുക്കിലേക്ക് കൊണ്ടുവരാൻ എന്നോട് കൊണ്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സമയം കളയാതെ നമുക്കൊന്ന് പുറത്തു പോകാനുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ എല്ലാം പാക്ക് ചെയ്തു. ആൻഡ് കൊറിയർ അയക്കുന്ന രൂപത്തിൽ തന്നെ സേഫ് ആയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇതെല്ലാം പോകുമ്പോൾ തന്നെ കൊണ്ടുപോവുകയും ചെയ്യണം. ദെൻ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് പ്രിന്റ് എടുക്കാനുണ്ട്. ഞാൻ ഒരു വർക്കും കൂടി എനിക്ക് ഇന്ന് തന്നെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു, പക്ഷേ ഇത് ഇന്നലെ കംപ്ലീറ്റ് ആയില്ല. കാരണം നമ്മുടെ അടുത്ത് ഞാൻ ഇത് പ്രിന്റ് എടുക്കാൻ മറന്നുപോയി. ആ ഫോട്ടോസും ഒരു വാലറ്റ് ആൽബം ആയിരുന്നു. അപ്പൊ ആ വാലറ്റ് ആൽബിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള ഫോട്ടോസ് ഞാൻ പ്രിന്റ് എടുക്കാൻ വിട്ടുപോയി. അത് ഇന്ന് തന്നെ പ്രിന്റ് എടുത്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് ഇന്ന് ഈവനിങ് 5 മണിക്ക് മുമ്പായിട്ട് തന്നെ കൊറിയർ ചെയ്യണം, അല്ലെങ്കിൽ അത് അവർക്ക് കിട്ടാൻ ലേറ്റ് ആവും. അപ്പൊ ഞാനിത് കൊറിയർ അയക്കുന്ന സമയത്ത് തന്നെ കൊറിയർ അയക്കാൻ പോയപ്പോൾ ഞാൻ പ്രിന്റ് എടുത്തു, വീട്ടിലേക്ക് എത്തി. ദെൻ ഇതൊക്കെ ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ട് വൈകുന്നേരം കൊറിയർ അയച്ചു. കൊറിയർ അയക്കാൻ ഞാൻ DDDC ഓഫീസിൽ അങ്ങോട്ട് പോവാന്നാ വിചാരിച്ചിരുന്നത്. കുറച്ച് നടന്ന് വീട്ടിൽ നിന്ന് കുറച്ചൊക്കെ നടന്ന് എത്തിയപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് വന്നോളാം
വാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, അപ്പൊ നിങ്ങൾ അവിടെ നിന്നോളി, ഞങ്ങൾ അവിടെ വന്നിട്ട് കളക്ട് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ബോക്സും ഞാൻ ഈ ഒരു സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നി കുറച്ച് ബോറായി പോയി എന്നുള്ളത്. സാധാരണ ഈ റിബൺ ബോക്സ് ഒക്കെ അത്യാവശ്യം സ്റ്റിക്ക് ആവാറുണ്ട്, പക്ഷെ ഈ ഒരു ബോക്സ് എന്തോ അറിയില്ല സ്റ്റിക്ക് ആയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താണ് ചെയ്തത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് നാനോ ടാപ്പോ അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്റ്റിക്ക് ആവുന്ന തരത്തിലുള്ള ഡബിൾ സൈഡ് ടാപ്പോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് സ്റ്റിക്ക് ആവുന്നതാണ് കേട്ടോ.